അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്പമെങ്കിലും ഹൃദയത്തിൽ മനസ്സാക്ഷിയുള്ള ഒരാൾക്കും സഹിക്കാൻ കഴിയുന്നൊരു വാർത്തയല്ല ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത്. 2.5 വയസ്സുകാരിയായ ഒരു പിഞ്ച് പൈതലിനോട് ചെയ്ത ക്രൂരത. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ദേവേന്ദു എന്നു പേരുള്ള ഒരു പൊന്നോമനയെ ജീവനോടുകൂടെ ആഴമുള്ള കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വാർത്ത. ആരാണ് ഈ ക്രൂരത ചെയ്തത്? പുറത്തു നിന്നുള്ള ആരെങ്കിലും അല്ല. ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടിയിരുന്ന, ആ കുഞ്ഞിനെ കളിപ്പിക്കേണ്ടിയിരുന്ന, ആ കുഞ്ഞിനെ ചിരിപ്പിക്കേണ്ടിയിരുന്ന, ആ കുഞ്ഞിനെ താരാട്ടേണ്ടിയിരുന്ന, ആ കുഞ്ഞിനെ കുഞ്ചിക്കേണ്ടിയിരുന്ന, ആ കുഞ്ഞിനെ തലോടേണ്ടിയിരുന്ന ആ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മാവൻ, ആ കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരൻ തന്നെയാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ പടച്ചോനെ, എങ്ങനെ ഈ ഒരു മനുഷ്യന് ഈ പിഞ്ചു കുഞ്ഞിനോട്, സ്വന്തം സഹോദരിയുടെ മകളോട് ഈ ക്രൂരത ചെയ്യാൻ എങ്ങനെയാണ് അയാൾക്ക് മനസ്സ് വന്നത്? അയാൾ ഈ ക്രൂരത ചെയ്യുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ യാതൊരുവിധ ചാഞ്ചാട്ടവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരം ബാലരാമപുരത്തുകാർ അവർ നേരം പുലരുന്നത് 2.5 വയസ്സുകാരിയായി ഈ ദേവേന്ദു എന്ന് പറയുന്ന ഈ പിഞ്ചു പൈതലിനെ കാണാനില്ല എന്നുള്ള ഒരു വാർത്തയും കേട്ടിട്ടാണ്. എല്ലാവരും വേഗം ഈ കുഞ്ഞിനു വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി. എല്ലാ മുക്കിലും മൂലയിലും നാടിൻ്റെ പല ഭാഗത്തും ഈ കുഞ്ഞിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി. കാരണം കുഞ്ഞിനെ ആരെങ്കിലും ഒക്കെ തട്ടിക്കൊണ്ടു പോയതായിരിക്കാം എന്നാണ് നാട്ടുകാർ കരുതിയത്. പിന്നെ ഈ വീട്ടുകാരുടെ, കുട്ടിയുടെ അമ്മയുടെയും അതുപോലെ അച്ഛൻ്റെയും അമ്മാവൻ്റെയൊക്കെ വാക്കുകളിൽ നിന്നും ഇന്നലെ അവിടെ ആരോ വന്നിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവരോട് സംസാരം ഉണ്ടായത്. പൊതുവെ നാട്ടുകാരൊക്കെ കരുതിയത് 2.5 വയസ്സുകാരി പൊന്നുമോൾ ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കാം എന്നുള്ളതാണ്. പോലീസും വന്നു. പോലീസും അന്വേഷണം തുടങ്ങി. വീട്ടുകാരോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് വീട്ടുകാരുടെ സംസാരത്തിൽ പരസ്പരം വൈരുദ്ധ്യമായി അവരിങ്ങനെ പലതും പറയുന്നു. അമ്മ ഒന്ന് പറയുന്നത് വേറെയാണ്, അച്ഛനൊന്ന് പറയുന്നത് വേറെയാണ്, അമ്മാവനൊന്ന് പറയുന്നത് വേറെയാണ്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മൂമ്മ പറയുന്നത്, ശ്രീകല എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മൂമ്മ പറയുന്നതൊന്ന് വേറെയാണ്. പോലീസിന് സംശയം തോന്നി. പോലീസ് ആ വീടും പരിസരവും നന്നായൊന്ന് പരിശോധന നടത്തി. അപ്പോഴാണ് വീട്ടിൻ്റെ സമീപത്തുള്ള കിണറ്റിൽ എന്തോ ഒരു തുണി കാണുന്നത്. അതേക്കുറിച്ച് ചോദിച്ച സമയത്ത് പറഞ്ഞു അത് അയലിൽ ഉണക്കാനിട്ട് എന്തെങ്കിലും ആ കിണറ്റിലേക്ക് വീണതായിരിക്കാമെന്ന്. പക്ഷേ പോലീസിന് സംശയം. കാരണം വീട്ടുകാർ, കുട്ടിയുടെ സ്വന്തം അമ്മാവൻ, കുട്ടിയുടെ സ്വന്തം അമ്മ, അച്ഛൻ, അമ്മൂമ്മ, ഇവരുടെ ഒരു മുഖഭാവത്തിലൊന്നും ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ഒന്നും അവർക്ക് തോന്നുന്നില്ല, ഒന്നും കാണുന്നില്ല. അവർക്ക് അതിൻ്റെ ഒരു ബേജാറൊന്നും അവരുടെ മനസ്സിലില്ല. പൊതുവെ പോലീസിന് സംശയം തോന്നും. ഒരു കുട്ടിയെ 2.5 വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയും, ഒരു അമ്മാവനൊരു സമാധാനം ഉണ്ടാവും, കുട്ടിയുടെ അച്ഛനൊരു സമാധാനം ഉണ്ടാവും. പക്ഷെ ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കുട്ടിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഇവരവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പോലീസിന് സംശയം. പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ച് വന്ന് ഇറങ്ങി നോക്കുമ്പോൾ 2.5 വയസ്സുള്ള പൊന്നു മോളാണ്. ആ പൊന്നു മോളെയാണ് ഈ കിണറ്റിൻ്റെ അകത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ കുട്ടി എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടു എന്നുള്ളതായി. പോലീസ് ഈ വീട്ടുകാരെ മുഴുവൻ ഇങ്ങനെ ഈ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മാവനെയും ഒക്കെ വിശദമായി ബാലരാമപുരത്തുള്ള സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് മനസാക്ഷിയുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ ഒരു വാർത്ത കേൾക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ എന്ന് പറയുന്ന ക്രൂരനായ വ്യക്തിയാണത്രേ ഈ കുഞ്ഞിനെ ജീവനോടുകൂടെ. ഒന്ന് ആലോചിച്ച് നോക്ക് പടച്ചോനെ. നമ്മുടെയൊക്കെ പെങ്ങന്മാരുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളെ മാമ അല്ലെങ്കിൽ അമ്മാവൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ കുട്ടികളോട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കില്ലേ? ആ പിഞ്ചു പൈതലിനെയാണ് ഈ ക്രൂരനായ വ്യക്തി ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ 2.5 വയസ്സുകാരി എടുത്തു കൊണ്ടുപോയി കിണറ്റിൽ എറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അയാൾക്കത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്? എന്നിട്ട് നേരത്തെ പോലീസ് ഈ വിഷയത്തിൽ ഇയാളെ ചോദ്യം ചെയ്ത സമയത്ത് എന്നോടാണോ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് ഞാൻ ആ കുട്ടിയെ എവിടെയെങ്കിലും കൊണ്ടുവച്ചതുപോലെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇയാൾ പോലീസിനൊന്നും നാട്ടുകാരോടൊക്കെ ആദ്യം ചൂടായി എന്നുള്ളതാണ്. ഇയാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. കൊണ്ടുപോയി പോലീസുകാർ ചോദ്യം ചെയ്ത് നോക്കുമ്പോഴല്ലേ ഈ ക്രൂരകൃത്യം ചെയ്തത് സ്വന്തം അമ്മാവനാണ് എന്ന് പോലീസിന് മനസ്സിലായത്. ഏതായാലും പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ഈ കുട്ടിയുടെ അമ്മയെയും പോലീസിന് സംശയമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ഈ അമ്മാവനും ഈ സഹോദരിയുമായി, കുട്ടിയുടെ അമ്മയും അമ്മാവനുമായി അവർ ഫോണിൽ വാട്സപ്പ് ചാറ്റിങ്ങും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചാറ്റിംഗ് ആണ് നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. എങ്ങനെ ഒരു അമ്മയ്ക്ക് അതിന് കഴിയുമോ? സ്വന്തം മകളെ താൻ നൊന്ത് പ്രസവിച്ച 2.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ
ഒരമ്മയ്ക്ക് മനസ്സ് വരുമോ? അള്ളാഹു ആലം, അങ്ങനെ ഉണ്ടായില്ലായിരിക്കും എന്ന് നമുക്ക് കരുതാം. ഇങ്ങനെയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനോടുകൂടെ പടച്ചോനെ ആ കുഞ്ഞ് ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയൊക്കെ അല്ലെ, തന്നെ താരേട്ടേണ്ടിയിരുന്ന, തന്നെ കൊഞ്ചിക്കേണ്ടിയിരുന്ന, തന്നെ തലോടേണ്ടിയിരുന്ന ആ കരങ്ങൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ പൊന്നു മോളൊരിക്കലും കരുതിയിട്ടുണ്ടാവില്ലല്ലോ ഇത് തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്ന്. പടച്ചോനെ ആ കുഞ്ഞിൻ്റെ മനസ്സ്, ആ 2.5 വയസ്സുകാരുടെ മനസ്സ് ആ കുട്ടിയെ ആ വെള്ളത്തിലേക്ക് എറിയുന്ന സമയത്ത് പടച്ചോനെ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള വേദന ആ കുഞ്ഞ് സ്വപ്നത്ത് പോലും അങ്ങനെ കരുതിയിട്ടുണ്ടാവില്ലല്ലോ. നമ്മുടെയൊക്കെ മക്കൾ, നമ്മുടെയൊക്കെ പങ്ങളെ മക്കളായാലും നമ്മുടെയൊക്കെ സ്വന്തം മക്കളായാലും അവർ നമ്മുടെ കരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെയാണല്ലോ ഈ ക്രൂരമായി ഈ ചങ്ങാതി ഹരികുമാർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുറകിൽ ആ കുട്ടിയുടെ അമ്മയുണ്ട് എന്നൊക്കെ, അമ്മയെക്കുറിച്ചും സംശയമുണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നു. ഏതായാലും ഇന്ന് ആ കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ആ ഒരു ശരീരം ഏറ്റുവാങ്ങുന്നത് സ്വന്തം അമ്മയോ അച്ഛനോ ഒന്നുമല്ല, സ്വന്തം അമ്മാവനല്ല, അവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളുമാണ്. ആ കുട്ടിയെ കൊണ്ടുവരുന്നു, അവിടെ പൊതുദർശനത്തിന് വെക്കുന്നു. പടച്ചോനെ കാണുമ്പോൾ തന്നെ നമുക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, ഒരു 2.5 വയസ്സുകാരിയായ കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയാണ് പടച്ചോനെ. ഇനി ഇവനേക്ക് എന്ത് ചെയ്യണം? ഇവനേക്ക് ഇതുപോലെ തന്നെ അങ്ങ് കൊലപ്പെടുത്തണം. അപ്പോഴേ അതിൻ്റെയൊക്കെ വേദന ആ കുഞ്ഞ് അനുഭവിച്ചതുപോലത്തെ വേദന ഇവനും അനുഭവിക്കണം. ഇതുപോലെ ആ കിണറ്റിലേക്ക് അങ്ങ് എടുത്തിടണം. അങ്ങനെ അവനെയും കൊല്ലണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറയുള്ളൂ. ഇതിപ്പോൾ എന്താണ്, ഇവനെ കൊണ്ടുപോകും, ജയിലിൽ കൊണ്ടുപോകും, ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കൊക്കെ വിധേയനാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മർദ്ദനമില്ല, ഒന്നുമില്ല. ഇനി കൊണ്ടുപോയി ഇനി ഏറിപ്പോയ കുറേ കാലം ജയിലിലിടും, ജയിലിൽ കുറേ കാലം തീറ്റിപ്പോറ്റും എന്നുള്ളതല്ലാതെ ഇവൻ എന്തെങ്കിലും ഇതിൻ്റെ വേദന അറിയുന്നുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചന്താമര 3 പേരെ കൊലപ്പെടുത്തിയവനാണ്. എന്നിട്ടും പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നന്നായി ചോറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ അവൻ സുഖമായി ജയിലിൽ കഴിയും. അതാണ് നമ്മുടെ നാട്ടിൽ കൊലപാതകികൾക്കൊക്കെ കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഈ കൊല ചെയ്ത് കഴിഞ്ഞവർ അവർ പിടിക്കപ്പെടുന്ന സമയത്ത് അവരാണ് ചെയ്തത് എന്ന് ഉറപ്പ് വരുമ്പോൾ തക്കതായ അവർക്ക് വധശിക്ഷ തന്നെ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരും ഇങ്ങനെയുള്ള ക്രൂരതകൾക്ക് ആരും മുതിരില്ലല്ലോ. പടച്ചോനെ, നമുക്കത് ചിന്തിക്കാൻ പോലും സഹിക്കാൻ പോലും നമുക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്കുണ്ട് 2.5 വയസ്സുകാരിയായ ഒരു മകള്. പടച്ചോനെ, നമ്മൾക്കൊക്കെ നമ്മുടെ കുട്ടികളോടുള്ള ആ ഒരു സംസാരം ഒരു ദിവസം കേൾക്കാതിരുന്നാൽ തന്നെ വല്ലാത്ത വേദനയാണ്. നമ്മുടെ കുട്ടികളുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ തന്നെ വേദനയാണ്. ഇത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഒരു അമ്മ കൂട്ടുനിന്നു എന്നൊക്കെ പറയപ്പെടും. അള്ളാഹു ആലം എന്താണ് എന്നൊന്നും അറിയില്ല. പടച്ചോനെ, അള്ളാഹു കാക്കട്ടെ. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മയൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അടുത്ത കാലത്ത് കേൾക്കുന്ന വാർത്തകളൊക്കെ നമുക്കൊക്കെ പടച്ചോനെ വല്ലാതെ വേദന തോന്നുന്ന വാർത്തകൾ. നെല്ലിയാമ്പതി പോത്തുണ്ടി, പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടിയിൽ നടന്ന്, പാലക്കാട് എൻ്റെ ജില്ല കൂടിയാണ്, അവിടെയാണ് ആ ചന്താമര എന്ന് പറയുന്ന ആൾ എന്തിനാണ് ഇപ്പോൾ അയൽവാസികളെ കൊലപ്പെടുത്തിയത്? എന്താണ് അയൽവാസികളോടുള്ള ദേഷ്യം? 5-5.5 വർഷം മുമ്പ് ഇയാൾ ആ വീട്ടിലെ മറ്റൊരാളെ കൊലപ്പെടുത്തി. തൻ്റെ ഭാര്യയോട് എന്തൊക്കെയോ പറഞ്ഞ് താനുമായി തൻ്റെ ഭാര്യയെ അകറ്റിയത് അവരാണ് എന്നുള്ള ആ ഒരു അയാളുടെ മനസ്സിലുള്ളൊരു സംശയരോഗം അതങ്ങ് വർദ്ധിച്ച് സജിത എന്ന് പറയുന്ന ആ വീട്ടിലെ സഹോദരിയെ 5.5 വർഷങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തുന്നു. എന്നിട്ടും അയാളുടെ ദേഷ്യം തീർന്നില്ല. എന്നിട്ടിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും വന്ന ആ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള വളരെ 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 വേദനിപ്പിക്കുന്ന ക്രൂരമായ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് അടുത്ത കാലത്തൊക്കെ കേൾക്കുന്നത്. താമരശ്ശേരിയിൽ സ്വന്തം മകൻ, ഏക മകൻ, ഉമ്മ പൊന്നുപോലെ നോക്കി വളർത്തിയ മകൻ ഉമ്മയെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള വാർത്ത. അതുപോലെ തന്നെ അങ്ങ് തെക്കൻ ജില്ലയിലൊരു സ്ഥലത്ത് അച്ഛനെ മകൻ കൊലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള വാർത്ത. ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴായി നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പിശാചിൻ്റെ സ്വന്തം നാടായി മാറുന്നു. ക്രൂരന്മാരുടെ, ക്രിമിനലുകളുടെ സ്വന്തം നാടായി നമ്മുടെ നാട് മാറുന്ന കാഴ്ചകളാണ് നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇവരെന്ന് ശിക്ഷിക്കാൻ, ഇവരെന്താ ശിക്ഷിക്കുക? ഈ തെറ്റൊക്കെ ചെയ്താലും കുറച്ചു കാലം ജയിലിടും, വീണ്ടും പുറത്തിറക്കും. ഇവർക്ക് വേണ്ടി ബാധിക്കാനും കുറേ ആളുകൾ. നമ്മുടെ നാട്ടിലെ പോലീസുകാരൊക്കെ ചിലപ്പോൾ പലയിടത്തും നിരപരാധികളെ മർദ്ദിച്ചതിനെയും മറ്റൊക്കെ കേൾക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ
അവരെ കാര്യമായി ഒന്ന് പെരുമാറാൻ ഇവർക്കൊന്നും കഴിയുന്നില്ലല്ലോ. ഇനി ഇങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ രംഗത്ത് വരും. എങ്ങനെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാതിരിക്കുക? വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളൊക്കെ നടത്തുന്നത് പോലെയുള്ള ശിക്ഷാ നിയമങ്ങൾ അങ്ങ് നടപ്പിലാക്കണം. എന്തിനാണ് ഇവരോട് കാരുണ്യം കാണിക്കുന്നത്? എന്തിനാണ് ആ ഗ്രീഷ്മ തൻ്റെ കാമുകനെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ മറ്റൊരു ജഡ്ജി പറയുക അതിനൊന്നും വധശിക്ഷയൊന്നും വിധിക്കാൻ പാടില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നിൽക്കുക. ഒരു ജീവനെ വളരെ ക്രൂരമായി ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ആളുകളെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവരെ കുറേ തീറ്റിപ്പോറ്റി അവരെ സ്വൈര്യമായി ജീവിക്കാൻ വിടുകയാണോ വേണ്ടത്? അതുകൊണ്ട് തന്നെയല്ല നമ്മുടെ നാട്ടിൽ ക്രിമിനലുകൾ വർദ്ധിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.